just slipped away. It's hard to tell you when I haven't all this time. Maybe if I wear it on my face, someone else will let you know I'm not alright. With nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go will leave me here all alone, missing you. And what if I didn't run the second our second chance wasn't gone? And what if you were the one? What if I wasn't done loving you? I wonder if you ever feel the same, intimidated by the way you seem just fine. I know I told you it'd be better this way. I didn't know that it would hurt me like that. Should've known that it'd be hard to go back. Nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go will leave me here all alone, missing you. And what if I didn't run our second chance wasn't gone? What if you were the one? What if I wasn't done loving you? നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പിതാവിനും പുത്രനും പരിശുദ്ധരുകായ്ക്കും സ്തുതി. ആദ്യം തന്നെ ആമേൻ. തലമുറയെ ഞങ്ങളുടെ സംഗീത കോട്ടയം ദൈവമായ കർത്താവേ, മനോഹര ദിവസത്തിന്റെ കർത്താവെ പ്രഭാതം നിന്നെ വാഴ്ത്തുന്നു. കാലകാലങ്ങളിലെ അതിശയമായി നടത്തിയ ദൈവമായി ദൈവമാർത്താവേ, ഈ ഭൂമിയെ നീ സൃഷ്ടികർത്താവേ, കുർബാന ജീവൻ നമ്മുടെ ദൈവമേ, ഞങ്ങളെ ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കൾ നീ ഒരുക്കിയിരിക്കുന്ന അതിന്റെ വാഴ്ത്ത കർത്താവേ. ദൈവമാർത്ത പ്രത്യേകമായി ഇന്ന് പ്രവേശിക്കുന്നതായ ദൈവമേ, ഇവരുടെ മകനെ കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥന കർത്താവേ, മകനെ നടത്തിയതായ എന്റെ മൻകൃപയ്ക്ക് കർത്താവേ,
പ്രത്യേകമായി ഇവിടെ മകളെ പ്രാർത്ഥിക്കാവേ പ്രത്യേക ഈ നാളെ നിയമേ ഒടുക്കത്തെ നാളെ അധികം നോക്കണം നിയമം മക്കളെ ഒരുക്കണമേ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു ദേവാർത്താവേ ഊഷ പറഞ്ഞ പോലെ ഞാൻ എന്റെ ഭവനമോ ഞങ്ങളെ ഹോമേസേക്കും പറഞ്ഞു കൊടുത്താവേ നിന്നെ സ്നേഹിച്ചു കൊടുത്താവേ നിന്റെ ക്ഷണം പ്രാവശ്യം കൊടുത്താവേ പരിസ്ഥിതി സ്നേഹത്തോടെ ഐക്യത്തോടെ ഒരു ക്രിസ്തീയ സാക്ഷ്യം കൊടുക്കുകയും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഇവിടെ മാതാപിതാക്കളോട് പ്രാർത്ഥിക്കുന്നു സ്നേഹിതരോട് പ്രാർത്ഥിക്കുന്നതാവേ ജീവിതത്തിലെ മക്കളുടെ ശുശ്രൂഷകൾ നന്നൊരു വാഴ്ത്തിരുത്താവേ പ്രത്യേകമായ ദൈവമേ ശുശ്രൂഷയിൽ ദൈവമേ ആദ്യം നിന്റെ ഹൃദയസാക്കൂടെ പ്രാർത്ഥിക്കുന്നതാവേ ദൈവം ഞങ്ങൾ ചേർന്ന് അവിടെ കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ഞങ്ങൾ ഒരുക്കണമേ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നതാവേ നിന്റെ കൃപയെ നിന്റെ സാന്ത്യ വാഴ്വ് എപ്പോഴും മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും കോട്ടയെ കാലിന്റെ പ്രാർത്ഥിക്കുന്നതാവേ പ്രത്യേകമായി ഈ നാളിൽ നിയമേ ഒരുക്കത്തോടെ കഥാവേ പ്രാർത്ഥനയോടായി ബന്ധപ്പെടുന്നത് ഒരുക്കണമേ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു ഏറെ കൃപ കൊണ്ട് ഏറെ കൃപയാതെ പ്രാർത്ഥിക്കുന്നതാവേ പ്രാർത്ഥനയ്ക്ക് സ്തോത്രം സകലവും യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, രാജ്യം വരണമേ, തിരികെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ദോഷങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. തുടർന്ന് രാജ്യവും ശക്തിയും പിതാവും പുത്രനും പരിശുദ്ധമാകുന്ന ത്രിയേക ദൈവത്തിന്റെ നിരന്തരമായ കൃപകൾ, വാഴ്വുകൾ, അനുഗ്രഹങ്ങൾ, നടത്തിപ്പ്, കാവല് പ്രിയരെ നാം എല്ലാവരോടും വിശുദ്ധ വിവാഹത്തിന്റെ നിശ്ചയത്തിന് ഒരുങ്ങുന്ന പ്രിയപ്പെട്ട പൈതലിനോടും ഒരുക്കപ്പെട്ട മകളോടും നമ്മുടെ ഇന്നത്തെ യാത്രയോടും എല്ലാ ക്രമീകരണങ്ങളോടും തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തോടും ദൈവഹിതം പോലെ 27-ാം തീയതി നടക്കുന്ന വിശുദ്ധ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിതമായ ക്രിസ്തീയ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നവരുടെ സന്തോഷിപ്പാൻ തക്കവണ്ണം പിതാവും പുത്രനും പരിശുദ്ധമാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൃപ, വാഴ്വുകൾ, അനുഗ്രഹങ്ങൾ നാം എല്ലാവരോടും പ്രിയപ്പെട്ട മക്കളോട് ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Tell me all the things you've done for love, all the things you've done for love. Oh, tight to keep from cold. Tell you all the things I've done for love, all the things I've done for love. Darling, let's go walking down your favorite city street. Every little morning I feel myself sinking deep. For you, for you, for you. Darling, I'd do anything for you. ഇവിടെ വിളിച്ച് കൂട്ടിയതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മണവാട്ടിയുടെ ഭാഗത്തു നിന്ന് ചുമതലപ്പെട്ടവരെ ഇപ്പോൾ നമ്മളെ അറിയിച്ച് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കും. എല്ലാവർക്കും സ്വാഗതം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആയിച്ചല്ലൂർ സെന്റ് ജോർജ് ജാക്കോബൈറ്റ് പള്ളി ഇടവകാംഗമായ ജോബിൻ വില്ലയിൽ ശ്രീ ജോർജ് കുട്ടിയുടെയും ശ്രീമതി ബീന ജോർജിൻ്റെയും മകൾ ജിബി ജോർജും പ്രിയപ്പള്ളി
സെൻറ് തോമസ് മർത്തോമപ്പള്ളി ഇടവക അംഗമായ വട്ടവിള വീട്ടിൽ ശ്രീ റെജി ജോർജിൻ്റെയും ശ്രീമതി മറിയക്കുട്ടി റജിയുടെയും മകൻ അനൂപ് റജിയുമായുള്ള വിവാഹത്തെക്കുറിച്ച് ഇരു കുടുംബങ്ങളും ധാരണയായിട്ടുള്ളതാകുന്നു. പ്രസ്തുത വിവരം അറിയിക്കുന്നതിനും വിവാഹം നടത്തുന്നതിനായി ഒരു തീരുമാനമെടുത്ത് ഉറപ്പിക്കേണ്ടതിനുമാണ് നിങ്ങളെ ഏവരെയും ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. നമുക്ക് ജിബിയെയും അനൂപിനെയും കാണണം. അവർ രണ്ടുപേരും അവരുടെ കുടുംബാംഗങ്ങളും സ്റ്റേജിലേക്ക് കടന്നു വരണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവഹിതമായാൽ ഈ വിവാഹം ഈ മാസം 27-ാം തീയതി തിങ്കൾ പകൽ 11 മണിക്ക് പൂയപ്പള്ളി സെൻറ് തോമസ് മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തുന്നതിനും അതിനുശേഷം പൂയപ്പള്ളി ജംഗ്ഷനിലുള്ള ജവോഷ് ഓഡിറ്റോറിയത്തിൽ റിസപ്ഷൻ നടത്താനുമാണ് ആഗ്രഹിക്കുന്നത്. ആദിശനല്ലൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകയിൽ വെളിച്ചിക്കാല ജോബിൻ വില്ലയിൽ ശ്രീ കെ ജോർജ് കുട്ടിയുടെയും ബീന ജോർജിൻ്റെയും മകൾ ജിബി ജോർജും പൂയപ്പള്ളി സെന്റ് തോമസ് മാർത്തോമ ഇടവകയിൽ വട്ടവിള വീട്ടിൽ ശ്രീ റെജി ജോർജിൻ്റെയും മറിയക്കുട്ടി റെജിയുടെയും മകൻ അനൂപ് റജിയും തമ്മിലുള്ള വിവാഹം 2025 ജനുവരി മാസം 27-ാം തീയതി രാവിലെ 11 മണിക്ക് പൂയപ്പള്ളി സെന്റ് തോമസ് മാർത്തോമ പള്ളി വെച്ച് നടത്തുവാൻ തക്കവണ്ണം നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നു. ഈ തീരുമാനിച്ച കത്ത് പരസ്പരം കൈമാറുകയാണ്. എടുത്തു കൊടുക്കട്ടെ, എടുത്തു മേടിക്കട്ടെ. പ്രസാദ് വളരെ ചെറുപ്പമായിപ്പോയി, എഴുത്തുമാറാറൊക്കെ ആയോ എന്നുള്ളതാ. എൻ്റെ ഉള്ളം നന്നേ നിറമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നമോടെ സ്തുതി പാടിടുന്നേ അടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേശുഭര ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശു ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ ആകാശം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഓരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. ബാർക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണം. നിന്റെ തിരുവിഷ്ടത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകം പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു നല്ല ദിനത്തിന്റെ പ്രഭാതം കൊണ്ടുണരുവാൻ, നിശ്ചയ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ കർത്താവ് വിവിധ മുഖാന്തരങ്ങളിൽ നിന്ന് ഞങ്ങളെ കൂട്ടിവരുത്തി ഓഡിറ്റോറിയത്തിന്റെ തണലിൽ ഞങ്ങളെ ചേർത്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ മകനായ അനൂപിനെയും ഞങ്ങളുടെ പ്രിയ മകളായ ജിബിയെയും നീ തെരഞ്ഞെടുത്തതോർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പുകളല്ലല്ലോ, സ്വർഗത്തിന്റെ തെരഞ്ഞെടുപ്പുകളല്ല ഇപ്പോഴും നിലനിൽക്കുന്നതും അനുഗ്രഹമായിരിക്കാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവെ, ഞങ്ങളുടെ മക്കളെ സംബന്ധിച്ച് ദൈവസന്നിധിയിൽ അവിടുത്തെ ആലോചന പ്രകാരം ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം അതിന്റെ പ്രായോഗികതയിൽ കണ്ട് സന്തോഷിപ്പാൻ തക്കോണം ദൈവമേ ഇടയാക്കി തീർക്കണമേ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ടു ദൈവമേ സഖ്യത്വം നൽകി അനുഗ്രഹിച്ചതും സ്വർഗമായിരിക്കാൽ സ്തോത്രം. പ്രിയപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, വിശുദ്ധ ദേവാലയത്തിൽ വെച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും തിരുനാമത്തിൽ
ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിതമായ ക്രിസ്തീയ കുടുംബജീവിതത്തിലേക്ക് ഒന്നു ചേർക്കുവാൻ കർത്താവെ അവിടത്തേക്ക് തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് ഭവനങ്ങളിലും ചെയ്യപ്പെടേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ശുശ്രൂഷകളിലും കൂടെ ഇരിക്കണമേ. ദൈവമായ കർത്താവെ, വല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ തലമുറകളായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഭക്തിയോടെ കർത്താവെ വിശ്വാസത്തിന്റെ തികവോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിലനിൽക്കുന്നതായ എന്നേക്കും സന്തോഷവും ദൈവത്തോടൊപ്പം നന്മയും അനുഭവിക്കുന്ന കുടുംബജീവിതത്തിൽ കാണുവാൻ ദൈവമായ കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് സാധ്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമല്ലല്ലോ, രണ്ട് ഭവനങ്ങൾ കൂടി, പ്രിയപ്പെട്ടവർ കൂടി ബന്ധുത്വങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. മാതാപിതാക്കൾ, സഹോദര കുടുംബങ്ങൾ എല്ലാവരും ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ഇന്ന് ഞങ്ങളെ ഭരമേൽപ്പിക്കുകയാണല്ലോ. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പന്തക്കോണം ദൈവമേ ഞങ്ങൾക്കും ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്ന ആചാര്യന്മാർക്കായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയും മധ്യസ്ഥയും ഞങ്ങളുടെ മുമ്പാകെ നിൽക്കുന്ന മക്കൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവെ, തിരുസന്നിധിയിൽ വന്ന് തലവണക്കി ദൈവമായ കർത്താവെ ഹൃദയത്തോടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും ദൈവമേ ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവമായ കർത്താവെ, തുടർ ശുശ്രൂഷകളിൽ തിരുസാന്നിധ്യം കൂടിയിരിക്കണം. എല്ലായ്പ്പോഴും അങ്ങയുടെ പരിശുദ്ധ നാമം മഹിമപ്പെടുവാനിടയാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ധന്യജീവിതം കണ്ട് ദൈവത്തിൽ ആനന്ദിപ്പാനിടയാകണമേ. ഇന്ന് ഞങ്ങളോട് കരുണ കാണിച്ചതിന് സ്തോത്രം. ഭാജനമേ നിന്നിലുദിച്ചോരേകസുതന്ത്രകരൾ ഞങ്ങളിൽ അലിവാന്തൻ പകലപേക്ഷയാണ്. പരിശുദ്ധന്മാരെ നിങ്ങൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനുകളുടെ പരിശുദ്ധയുടെ കൂട്ടായ്മയും നമ്മുടെ ചില വിഷയങ്ങളുടെ മേലും പ്രത്യേകമായി പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിന് അനുഭവങ്ങളുടെ മേലും ഈ ദിവസങ്ങൾ ഒരുക്ക ശുശ്രൂഷയുടെ മേലും പ്രാർത്ഥന ജീവിതത്തിന് മേലും രണ്ട് കുടുംബങ്ങളുടെ മേലും വന്നുകൂടി എല്ലാവരുടെ മേലും ഇന്നും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. I'm going way in, out into the open. I'm going straight in, all in the moment. I'll go out into the open. Silence, alone in the quiet. I'm tired, but I like it. I'm a long way from home. But the further in I go, the closer I will be to out in the open. Out in the open.
just woke up from a dream where you and I had to say goodbye. And I don't know what it all means, but since I survived I realized wherever you go, that's where I'll follow. Nobody's promised tomorrow, so I'ma love you every night like it's the last night, like it's the last night. If the world was ending, I'd wanna be next to you. If the party was over and our time on earth was through, I'd wanna hold you just for a while and die with a smile. If the world was ending, I'd wanna be next to you. Lost in the words that we scream. I don't even wanna do this anymore, 'cause you already know what you mean to me, and our love's the only war worth fighting for. Wherever you go, that's where I'll follow. Nobody's promised tomorrow, so I'ma love you every night like it's the last night, like it's the last night. If the world was ending, I'd wanna be next to you. If the party was over and our time on earth was through, I wanna hold you just for a while and die with a smile. If the world was ending, I'd wanna be next to you. Right next to you. Next to you. Right next to you. Something else. I'm not living on somebody's shelf. Everyone is seeing that I have this past. Trust me, won't look back. Our love is a weapon. I know you're my perfect match. Found you to keep and I won't look back. Give me this every day.
തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. പിതാവിനും പുത്രനും പരിശുദ്ധരുകയ്ക്കും സ്തുതി, ആദിമുതൽ എന്നേക്കും തന്നെ. ആമേൻ. തലമുറയായ ഞങ്ങളുടെ സമയത്തെ കോട്ട ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മനോഹരമായ ദിവസം കർത്താവെ, പ്രഭാതം വാഴ്ച ദൈവമേ, കർത്താവ് നല്ല ഉറക്കത്തെ ആയുസിലേക്ക് ചേർത്ത് കർത്താവെ, ഭൂമി ജീപ്പം നമ്മൾ ദൈവമേ, ഞങ്ങളെല്ലാം നീ ഒരുക്കി കൽപ്പിക്കുന്ന നന്നൊരു വാഴ്ച കർത്താവേ. ദൈവമാർത്താവ് കാലാകാലങ്ങൾ ദൈവമേ, ഈ ഭൂമിയിൽ കുടുംബ ജീവൻ നമ്മൾ ദൈവമേ, ഞങ്ങളുടെ പൂർവ്വമാതാവ് നീ ഒരുക്കി കൽപ്പിക്കുന്ന നന്നൊരു വാഴ്ച കർത്താവേ. ദൈവമേ, മനോഹരമായി നീ ഭൂമിയെ സൃഷ്ടിച്ചാക്കുമ്പോൾ ദൈവമേ കർത്താവെ, നീ ഞങ്ങൾക്ക് തന്നതായിരിക്കുന്ന ദാനമാണ് കർത്താവെ. കുടുംബമായി ഇവിടെ ജീപ്പം നോക്കണം ദൈവമേ. ദൈവമാർത്താവ് ഇന്ന് നിന്റെ പ്രകാരം ദൈവമേ, വിശുദ്ധ മഹാപൂതാശിലൂടെ ദൈവമേ ഒരു പുതിയ പ്രദേശമുണ്ട് മകളെ പ്രാർത്ഥന കർത്താവേ. ദൈവമായി ഒരിക്കലും മകളെ ഞങ്ങളോട് ഒന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ദൈവമായ മക്കളുടെ ജനനം ഒരു നിമിഷം വരെ അവരെ നീ കാതു പരിപാലിച്ചതായ നടത്തിയതായ മൺതുറക്കുന്ന വാഴ്ച കർത്താവേ. എന്റെ ജീവിത ഇടങ്ങളിൽ കർത്താവേ നീ കൈവിടാതെ അവരൊക്കെ നീ ചേർന്ന് നടത്തിയതായ നിരീക്ഷിച്ചതായ മൺതുറക്കുന്ന ഒരു വാഴ്ച കർത്താവേ. ദൈവമാർത്ത പ്രത്യേകമായി നടക്കുന്ന വിശുദ്ധ മഹാപൂതാശികളോട് പ്രാർത്ഥന കർത്താവേ. ദൈവമാർത്ത വിശുദ്ധ ഏതെങ്കിലും മുൻപാകെ കർത്താവ് തിരുമേശ മുൻപാകെ കർത്താവ് മക്കളെ ഒന്നായി തീരുമാനം കർത്താവേ. നിന്റെ സാന്നിധ്യം നിന്റെ കൃപയും മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെന്ന് പ്രാർത്ഥന കർത്താവേ. യോശുവയെ പോലെ ഞാൻ എന്റെ ഭവനവുമോ ഞങ്ങളെ ഹോബയെ സേവി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവേ. ദൈവം നിന്നെ സ്നേഹിച്ചുകൊണ്ട് കർത്താവേ, നിന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് കർത്താവേ, സാക്ഷി ഒരു ക്രിസ്ത്യ കുടുംബം ജീവിതം നയിക്കുന്ന ദൈവമേ, ഇപ്പോൾ മക്കൾ നിൽക്കണമേ, ഇടയാകണേ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ ദൈവം ഈ നാളിൽ ഒരുക്കത്തോടെ പ്രാർത്ഥന ആയിപ്പോൾ അവരെ നീ ഒരുക്കി കളിക്കുന്നുണ്ട് വാഴ്ച കർത്താവേ. ഭവനങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥന കർത്താവേ. വന്നുകൂടെ ദൈവജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ. ദൈവമായ കർത്താവേ, ദൈവമായി ഇന്നത്തെ ശുശ്രൂഷയിൽ ആദ്യം സർവ്വസാന്നിധ്യം കൂടെ പ്രാർത്ഥന കർത്താവേ. ഇവിടെ സ്നേഹം വരുന്ന നീ വാഴ്ച അനുഗ്രഹിക്കണം. പ്രത്യേകമായി വന്നിച്ചു മക്കളെല്ലാം നീ കൂട്ടി വരുത്തണമേ. നിന്റെ കൃപയെ അവരെ നീ മറക്കണമേ. അനുഗ്രഹം പ്രാർത്ഥന കർത്താവേ. പ്രാർത്ഥന കേട്ടിക്കാൻ സ്തോത്രം സകലവും യേശുവിന് തന്നെ മുള്ള നാമത്തിൽ തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചോളണം. എന്തുകൊണ്ടാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധകായുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ നിരന്തരമായ വാഴ്വുകൾ, കൃപകൾ, അനുഗ്രഹങ്ങൾ പ്രിയമുള്ള പൈതലിനോട്, ഒരുക്കപ്പെട്ട മകളോട്, ഇന്ന് ആരംഭിക്കുന്ന ക്രിസ്തീയ കുടുംബജീവിതത്തോട്, സാക്ഷ്യ ജീവിതത്തോട്, എല്ലാ ഇന്നത്തെ ക്രമേണങ്ങളോട്, ശുശ്രൂഷകളോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. As long as we are together, there's nothing we can't do. So stay close to me, and I'll stay there too. There's some things that I can do without, but something's not you. Oh, I'm never gonna let you go. Oh, I wanna hold on to this feeling that I'm feeling, and I can't believe that your love has come to me. And forever I'll hold on to, I'm gonna hold on to you. And I won't look back to things in the past.
ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കുന്ന രാജുവച്ചനെ ഇരു ഭവനത്തിൽ നിന്നും ക്ഷണിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരും ഈ ദേവാലയത്തിലേക്കും ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആളുകൾക്ക് ആരാധനയിൽ ഇരിക്കാൻ പറയുന്ന സമയത്ത് ഇരിക്കാം, എഴുന്നേൽക്കാൻ പറയുന്ന സമയത്ത് എഴുന്നേൽക്കാം. കൂടുതലും നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് അവസരം നൽകും. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം
നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായവരുടെ കൃപ ചെയ്യുന്ന മിശിഹായ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, നിന്നോട് കൂടിയോട് അടിവ സന്തോഷം ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങൾ ആനന്ദ പരിപൂർത്തിയും ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ. നിന്നെ ഞങ്ങളെ ദേഹിയിലും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണപ്പെടുകയും ചെയ്യപ്പെടുകയും മാധുവിന്റെ പ്രസാദത്തിലുള്ള സകല പുരുഷന്മാരുടെ കൂടി മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പുരുഷന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ പരിസര സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവമേ, സ്തുതി സ്തോത്രം കരയേറ്റുന്നു. ഹോശോ വബകുൽ സുബ്ഹാനഹു. വാനോർഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദമരുളിയ ദേവാ, എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ, തൽ സേവകരായി തിരുമുന്നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷകവലങ്കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ ക്ഷമ നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭ മശിഹായ്ക്കായി വേളിക്കായി തീർന്ന തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്യൻ വാനോർഭൂവാസികൾ വന്നേ ചാഘോഷിക്കുന്നു. സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ നിന്റെ ആ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടായിരിക്കുമാറാകണമേ. ഹോശോ വബുകുൽ ശുബാൽ വൽമീൻ. മണവാണ്ണും മണവാട്ടിയും തോഴ്മക്കാർക്ക് ഒഴികെ ജനങ്ങൾക്ക് പ്രാർത്ഥനാപൂർവ്വം ഇരിക്കാവുന്നു. അവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കണമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും മുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും തന്നെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ജാതിപുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ രക്തത്താൽ സൽമാനികളിൽ നിന്ന് പെടുന്നതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താനതിനാ വിവാഹം നിശ്ചയിക്കപ്പെടുന്നതിനായി തീരുകയും മ്ലേശപിശാചികൾ അടിവരുന്നതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപുന്നതിനെ സ്വാതന്ത്ര്യം ചെയ്ത സ്വർഗീയ മണവാളമായിരിക്കുന്ന മശിഹാതമ്പുരാന് ഈ മക്കളുടെ മോതിരമായ ശുശ്രൂഷ പൂർണ്ണമാക്കൂടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം വന്നതിന് യോഗ്യമായിരിക്കുന്നു.
ഹോശോ വബകുൽ സബാ ലവൽ മിൻ. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവനാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളിനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടി ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാതെ വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണമറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരാണ് ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്കാനെന്ന പൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരുകായും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബകുൽ ശുബാൻ ലവൽ മിൻ. തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാക്കുവാനായിട്ട് പിതാവിൻ്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലം കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി ഈ മോതിരത്തോടു കൂടെ കൃപയും തന്റെ കരുണയും വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലം കൈ തന്നെ നിന്നെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലം കൈ രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കൈകളിൽ നിന്നെന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ ഈ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തൻ്റെ പിതാവിനും തൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരേറ്റുകയും ചെയ്യണം. തൻ്റെ മൂലം വിശുദ്ധയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യ വിവാഹനിശ്ചയം ചെയ്തിട്ടുള്ള
ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമുതുക കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസ്ഹാക്കിന്റെ റബേക്കയുടെയും വിവാഹനിശ്ചയം പൊന്നാഭങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കോ നാശവും വരാത്ത ആഗ്രഹിത കരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശൂശായ പുഷ്പങ്ങളെക്കാൾ വിശേഷവാസം നൽകുന്ന പരിപാടിയിൽ കൂടെ ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടു പോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയകാര്യമായ മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്നെ അടുക്കിൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠ മുൻപാകെ നിൽക്കുന്ന ബലഹീന പാപികളുമാകുന്ന നിന്റെ അടിയാരെ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴുകളെയും മക്കളെയും സന്തോഷമുള്ള കാര്യങ്ങളെയും ഇവർക്ക് നീ നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ നീ സ്ഥിരപ്പെടുത്തണമേ. അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മകൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരും ആയിരിക്കാൻ കൃപ നൽകണമേ. ഈ കല്യാണം വരുന്ന ഒരുക്കി വന്നിട്ടുള്ള മേലും നിന്റെ നന്മകൾ വാഴ്വുകളും നീ വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്നതിന്റെ ശിരസ്ത്രീവയാൽ ഈ മണവാളെ മണവാട്ടെ നീ കാത്തുകൊള്ളണമേ. പിതാവും പുത്രൻ പരിശുദ്ധമായ ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബകുൽ സുബാലവൽ മിൻ. സുഗന്ധനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാലവനെ വന്നേക്കും നീ വിഗ്രഹത്തെ ചുറ്റി ചിന്തി. കഷ്ടം വഞ്ചകനാം ദുഷ്ടനു രക്ഷകനാമീശോയേ സ്തോത്രം. യോഗ്യത തന്നവനെ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്തി. ആയുധം എന്നെ ചാർത്തിത്താൻ മാംസം രക്തം മോദീരമാ. ഇട്ടു തന്ന വിരലിന്മേൽ മണവാളെത്താൻ സൂര്യരൂപം. മണവാട്ടി പകലോട് തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ. വിരുന്നാസകലതുല്യം. ദൈവത്താൽ നീതിയുടെ സാക്ഷ്യത്തിൽ ഒരുങ്ങുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങൾ പ്രയത്നങ്ങളെ കൂലി 130,000 160,000 100,000 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീവ രാപ്പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന തിന്മപ്പെട്ടവരിൽ നിന്നും അവന്റെ സൈന്യത്തിൽ നിന്നും എല്ലായ്പ്പോഴും നമ്മെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഇന്നു മുതൽ ദൈവം വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം വിശുദ്ധനായ പൗലോസ് റോമാ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്ന പോലെ ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളാണ് ഈ ഭൂമിയിലെ കുടുംബങ്ങൾ. ദൈവരാജ്യം എന്താണ്? അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും സ്നേഹത്തിൻ്റെ നിറവുമാണ് ദൈവരാജ്യം. അതുകൊണ്ട് ആ ദൈവരാജ്യത്തിൻ്റെ പതിപ്പായി ഈ ഭൂമിയിലെ ചെറിയ കുടുംബമായി ജിബിയും ഇന്നു മുതൽ പുതിയ ജീവിതത്തിൻ്റെ ഏറ്റവും ധന്യമായ വഴിത്തിരിവിലേക്ക് നിങ്ങളിന്ന് പ്രവേശിക്കുകയാണ്. ഇതുവരെ ഇൻഡിവിജ്വലായിട്ട് തീരുമാനമെടുത്തു, ഇൻഡിവിജ്വലായിട്ട് ഇഷ്ടമുള്ളിടത്ത് പോയി, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അവിടെ സ്വകീയ താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്ക് സ്ഥാനമില്ല. ഇനി നിങ്ങളുടെ തീരുമാനങ്ങൾ ഒന്നായിരിക്കണം, നിങ്ങളുടെ യാത്രകൾ ഒന്നായിരിക്കണം, നിങ്ങളുടെ പ്രയത്നങ്ങൾ ഒന്നായിരിക്കണം. ഒരു വലിയ
അനുഭവത്തിലേക്കാണ് ദൈവം പ്രവേശിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ സ്വാതന്ത്ര്യം രണ്ടുപേരും കൂടി നിശ്ചയിക്കുന്ന പരിധിയും പരിമിതികളിലുമായിരിക്കും നിങ്ങളുടെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്നതിനുള്ള ലൈസൻസ് എന്നുള്ളതല്ല. ഏത് സ്വാതന്ത്ര്യത്തിനും ഒരു ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ, നിങ്ങളുടെ സ്വകീയതകളെ, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് ഒന്നായിത്തീരുന്ന അനുഗ്രഹീതമായ ഒരു പുതിയ അധ്യായം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പഴയ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥായിയായ സ്ഥാനമുണ്ടായിരുന്നു. പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കരുതലോടും ഒക്കെ പഴയ തലമുറ കുടുംബജീവിതം നയിച്ചവരാണ്. പുത്തൻ തലമുറയിൽ അതിന് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുകയില്ല. ഡിപ്രിസിയേഷൻ, അതിന് കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആ കുറവുകളാണ് ഇന്നത്തെ നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യങ്ങൾക്ക്, ശിഥിലീകരണത്തിന്, തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് മറ്റു കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ക്രിസ്തീയ കുടുംബം എന്ന് ആദ്യം തന്നെ മനസ്സിൽ കുറിച്ചിടണം. എന്താണ് ക്രിസ്തീയ കുടുംബത്തിന് മറ്റു കുടുംബങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തത എന്ന് ചോദിച്ചാൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ രണ്ടുപേര് മാത്രം ചെയ്യുന്ന ഉടമ്പടിയല്ല, മൂന്നാമൻ അദൃശ്യനായി ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു കൂടി ചേരുന്നതാണ്. അപ്പം അതുകൊണ്ട് സദൃശവാക്യങ്ങളിൽ ഇങ്ങനെ ശലോമോൻ പറയുന്നുണ്ട്, മുപ്പിരിച്ചാരുടെ അറ്റുപോകുകയില്ല. ആ ഒരു ബന്ധത്തിലാണ് ഭർത്താവും ഭാര്യയും യേശുവും ചേരുന്ന മുപ്പിരിച്ചരടാണ് ക്രിസ്തീയ കുടുംബജീവിതം. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ നടുവിൽ മധ്യസ്ഥനായി, അദൃശ്യനായി നിങ്ങളെ രക്ഷിച്ച, വീണ്ടെടുത്ത കർത്താവ് തമ്പുരാനുണ്ട്. അത് മറന്നുള്ള ഒരു ജീവിതം ആയിരിക്കുകയും അരുത്. അതുകൊണ്ട് ഈ ബന്ധം സുദൃഢമായി തീരുവാൻ യേശുക്രിസ്തുവിനാൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ്, ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യം എല്ലായ്പ്പോഴും നിങ്ങളെ ഭരിക്കുന്നതിനിടെയാണ്. എന്തിനാണ് യേശുക്രിസ്തുവിനെ നമ്മുടെ നടുവിൽ കൊണ്ടുവന്നത്? ഈ ലോകത്ത് ജീവിച്ചിരുന്ന ചരിത്ര പുരുഷന്മാരിൽ, അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന മത ദൈവങ്ങളിൽ ഈ സ്ത്രീയുടെ മേൽ പുരുഷനും, പുരുഷന്റെ മേൽ സ്ത്രീക്കുമാണ് അവകാശവും അധികാരവും. വിട്ടുകൊടുക്കുന്ന സ്നേഹം, ആ സ്നേഹം എവിടെയുണ്ടോ അത് യേശുക്രിസ്തുവിനാൽ യോജിപ്പിക്കുന്ന, ഒന്ന് ചേർക്കുന്ന സ്നേഹമാണ്. സ്നേഹത്തിന്റെ ഒരു കാര്യം, ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുള്ളൂ, വിട്ടുകൊടുക്കുന്ന സ്നേഹമാണ്. അങ്ങനെയാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ താണ ലോകത്തിലേക്ക് വന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന കാര്യം, അവന് വേണമെന്നുണ്ടെങ്കിൽ സ്വർഗീയ മഹിമകളെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാമായിരുന്നു, വിട്ടുകൊടുക്കാൻ തയ്യാറായി. തൻ്റെ ഏകജനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ സോ ലവ് ദ വേൾഡ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞു വരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ കുടുംബജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി തീരുന്ന, മറ്റുള്ളവർ നമ്മളെ വിലമതിക്കുന്ന കുടുംബജീവിതമായി തീരും. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. ഏറ്റവും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ, വിട്ടുകൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഉടമകളായി നാം തീരുന്നുവെങ്കിൽ, പിന്നെ നമ്മുടെ ഇടയിൽ അകൽച്ചയില്ല. അതുകൊണ്ട് അകൽച്ചയില്ലാത്ത വിട്ടുകൊടുക്കുന്ന സ്നേഹത്തിൻ്റെ യേശുക്രിസ്തു നമ്മുടെ നടുവിൽ മധ്യസ്ഥനായിരിക്കുന്ന, അവനോട് ചേർന്നുള്ള മുപ്പിരിച്ചരടിൻ്റെ അനുഗ്രഹീതമായ ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുവാൻ പ്രിയപ്പെട്ട അനൂപിനും ജിബിക്കും ഇടയായിത്തീരട്ടെ. ഏകദേശം 600 ഭവനങ്ങളുള്ള, അതിൽ തന്നെ പിന്നെയും കുടുംബങ്ങളുള്ള ഒരു വലിയ കുടുംബത്തിലേക്ക് പ്രിയപ്പെട്ട അനൂപിനെയും ജിബിയെയും ഇന്ന് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ എല്ലാ ആശംസകളും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രിയ മക്കൾക്ക് വേണ്ടി ഒരു നിമിഷം എല്ലാവർക്കും തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ. ഗായകസംഘം രണ്ടാമത്തെ ഗാനം ആലപിക്കും. യേശുനായിക
വന്നാടും നാടും വരും യേശുനായിക വന്നാടും ആശീർവാദം ഏകുകിന്നി ദാസക്കാരും ചേരും നേരം ആശീർവാദം ഏകുകിന്നി ദാസക്കാരും ചേരും നേരം യേശുനായിക വന്നാടും വന്നാലും വരും യേശുനായിക വന്നാലും കൃപാസനം മഹത്വത്തിൽ കൃപാസനം മഹത്വത്തിൽ അത്ഭുതകരമായി ചെയ്യുക യേശുനായിക വന്നാലും തന്നാലും വരും യേശുനായിക വന്നാലും സുന്ദരത്വം ചേർന്നമുൻ കല്യാണമാണ് വീട്ടിൽ സുന്ദരത്വം ചേർന്നമുൻ കല്യാണമാണ് വീട്ടിൽ ചിന്നരുളി ചെയ്ത ദൈവം പോലെ യേശുനായിക വന്നാലും തന്നാലും വരും യേശുനായിക വന്നാലും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവയ്ക്കും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ആ കല്യാണം ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരുടെ കൂടെ നിന്റെ നിത്യസന്തോഷങ്ങൾ ഞങ്ങളെ നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടിയും അവരുടെ ഇടയിലും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കുൽ സുബാലവൽ ബിൻ. പൂർവ്വ മാനവതകളെ വാഴ്ത്തിരിച്ച ദൈവമായ കർത്താവ് ഈ മണവാളിലെയും മണവാട്ടിയും അനുഗ്രഹിക്കട്ടെ എന്ന് സഭയായി പ്രാർത്ഥിച്ച് ആശീർവദിക്കുമ്പോൾ മണവാളും മണവാട്ടിയും ചേർന്ന് സ്ലീബാട് അടയാളം വരികയും പ്രതിഗാനമായി ദൈവ കൃപ ചെയ്യണമേ നീ എന്ന് പാടുകയും ചെയ്യണം. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ കൃപയാലിവരെ വാഴ്ത്തി ദൈവാ കൃപ ചെയ്യണമേ നീ. ആദം ഹൗവ എന്നവരെ വാഴ്ത്തിയ സർവേശൻ കൃപയാലിവരെ വാഴ്ത്തി ദൈവാ കൃപ ചെയ്യണമേ നീ. അബ്രാം
സാറാ എന്നവരെ വാഴ്ത്തിയ സർവേശൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. ഇസ്ഹാഖ് റഫ്ക എന്നവരെ വാഴ്ത്തിയ സർവേശൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. യാക്കോബ് റാഹേ എന്നവരെ വാഴ്ത്തിയ സർവേശൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. മിസ്രനിൽ യൗസേഫിനെ വാഴ്ത്തിയ സർവേശൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. കർത്താവേ, ന്യൂനമായി തീർന്നിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുൽ ശുഭാലവൽവേ. രാജൻ നിൻബലത്തിൽ സന്തോഷിക്കും. ഹാലേലൂയ ഹാലേലൂയ. തവ രക്ഷയിലവനേറ്റം മോദിക്കും. മുൻപിടുന്നവനെ നീ ഹാലേലൂയ ഹാലേലൂയ. ആദിമമുടിതൻ ശിരസിൽ ചൂടുന്നു പാലിക്കുമോ. അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലാം ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായ യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തന്റെ മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വന്ദനം അണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ അടുക്കലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വവാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവരുമായ തന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തന്റെ മക്കളുടെ കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും
ബഹുമാനം വന്ദനവും യോഗ്യമായിരിക്കുന്നുവായതും ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും കൂടെ മഹോദ്ധീകരിക്കുകയും അത്ഭുതങ്ങളിൽ അഗ്നിമാന കൂട്ടങ്ങൾ തന്നെ ശ്രേഷ്ഠങ്ങൾ ഭവിച്ച് ഇളകുകയും അവർണ്യമായ നിലകളുടെ അപര്യമായ ധാരാളതയാൽ എളിവരായ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനും മൺമരുമായ ശുശ്രൂഷയെ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ കീഴെ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന നിന്റെ കരുടിച്ചിരുന്നതിലും നിന്റെ ജയുടെ അഭയം പ്രാപിച്ചിരിക്കുന്നതുമായ ഈ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിപ്പാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത സ്വർഗ്ഗത്തേക്ക് നടത്തുന്ന നേർവഴി കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായം ഉണ്ടാക്കുവാനും ഇവർക്ക് നീ കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമറവുകളിൽ നിന്ന് അകന്നിരിക്കുവാനും ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിരുപരിശുദ്ധന്റെ പാർശ്വത്തിലേക്ക് അടുത്തു വരുവാനും ശപികളുടെ സാധാരണ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുദ്രത്തോട്ടത്തിൽ നീതിയുടെ വേലകാലം നിന്നോടുകൂടെയുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളെ അനുഷ്ഠാനങ്ങളിലും താല്പര്യമുള്ളവരാകുവാൻ ഇവർക്ക് നീ ഇടയാക്കണമേ. കർത്താവേ, നിന്റെ ശിഷ്യന്മാരുടെ സങ്കൽക്ക തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമായിപ്പാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ സ്വർഗജാലത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ എല്ലാവരും നീ യോഗ്യരാക്കണമേ. നല്ലൊരു മനുഷ്യ സ്നേഹിക്കുന്ന നീ ആകയാൽ നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധ സഹായിക്കും സ്തുതി സ്തോത്രങ്ങൾ ഏറ്റുകൊള്ളുന്നു. ഹോശോ വബകുൽ സബാലവൽമിൻ. പുത്രി നീയെ സുന്ദരി ബഹുസുന്ദരി ശ്രീമോനാജിൻ തിരുസഭയാ നിന്നെ വർണ്ണിക്കുന്നു. തീക്കട്ടകൾ നിൻ ഹൃദയം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധി നീസാ കുസുമം പോ. സുന്ദരി സഭേ, നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മഷിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ബാരക്കുമോ. കാന എന്ന നഗരത്തിലേക്ക് കല്യാണ വിരുന്നിനെ ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ നല്ല വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത സത്യത്തിന്റെ നീതിയുടെ മണവാളുണ്ടായി ഇപ്പോഴും മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ മധുവാട് മുമ്പാകെ തങ്ങളുടെ കഴുത്തുകളെ വണങ്ങിയിരിക്കുക അടിയാരെ വാഴ്ത്തണമേ. അനുഗ്രഹങ്ങളും കരുണകളും നിറഞ്ഞിരിക്കുന്ന നിന്റെ വലങ്കൈ ഇവരുടെ മേലെ ആവശ്യിക്കണമേ. നിന്റെ ആത്മീയ മണവറയിൽ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കല്യാണ വിരുന്നിനെ ഞങ്ങളേവരെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളേവരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്ന് നിന്റെ കരുണയെ കൈക്കൊട്ട് നിനക്ക് സ്തുതി സ്തോത്രവും കരേറ്റുമാറാകണമേ. ഭാഗ്യവാനായ അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എൻ്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും
ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കവുമായാകും തനിക്ക് തന്റെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ എവങ്കേലിയൻ വായിക്കാനായിട്ട് ഒരുങ്ങുന്ന എല്ലാവർക്കും എഴുന്നേൽക്കാം. സഹോദരേ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിനാക്ഷയം പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവനറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവനിഷ്ഠമായിരിക്കുന്ന യേശു മിശിഹായുടെ പ്രശുശ്രൂഷ നാളുകളിൽ കുടുംബജീവിതത്തെ പറ്റി ഇപ്രകാരം അവൻ പഠിപ്പിച്ചു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞതിനു ശേഷം ഗലീലിൽ യാത്ര പുറപ്പെട്ട യോർദാനക്കരെ യഹൂദിയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീക്ഷന്മാർ അവനെ അടുക്കൽ വന്ന അവനെ പരീക്ഷിച്ചുകൊണ്ട് ഈ യാതൊരു കാരണത്താലെങ്കിലും ഒരുവൻ തന്നെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി പറഞ്ഞത്, ആദിയിൽ സൃഷ്ടിച്ചവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്നെ പിതാവിനെ മാതാവിനെ വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരും എന്നരുളി ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരം അത്രയും. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യർ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജനങ്ങൾക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ഇരിക്കും. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹനാ ചൂട്ടിടുന്നു. ദമ്പതികളെയും മുടിയാ മണവരയിൽ സന്തോഷിപ്പിക്കാം. നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി
ഇറങ്ങി മണവാളൻ ശിരസിന്മേ കഹന ചൂട്ടിടുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേ കഹന ചൂട്ടിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേ കഹന ചൂട്ടിടുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേ കഹന ചൂട്ടിടുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേ കഹന ചൂട്ടിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കുന്ന അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി നീ കരേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാക. നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളാകുന്ന മശിഹാ സത്യത്തിന്റെ മണവായ്മ കൊണ്ട് നിങ്ങളുടെ മണവായ്മയെ മുദ്രയിടട്ടെ.
മശിഹാ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കരം നിങ്ങളുടെ മേൽ വന്ന് ആവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായി കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യൗസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള വൈദികന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങൾ മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുക സകല മനുഷ്യരും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാവങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിശ്രമിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായ് പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരയറ്റുകയും ചെയ്യണം. തോട്ടത്തിനുടയോനേ എന്നെ വന്നവന്നേ നീളം കാറ്റത്തു കൊണ്ടുപോകാം ഉല്ലാസം എനിക്കവിടെയുണ്ട്. എന്നെ വേളിക്കാനേ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ വിശ്വരാം സത്യമാളമാല കരുണശേഖരൻ ശരണം നീ കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാ സ്വതന്ത്രതയും മഴവര ഉന്നതത്തിൽ നിൻവകയായി വിളിച്ചെന്നെ ദേവാസുതനെ വലങ്കൈ നീട്ടി വാഴ്ത്തി ദേണമേ നീ മണവാളനെയും മണവാട്ടിയെയും ശിരസിൻ മുടിയേയും നീ വാഴ്ത്തിയിടുക നിൻ അടിയാർ വായ്കളിൽ സ്തുതിയേ നാഥാമേ. വാഴ്ത്തിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. എൻ്റെ പ്രിയമുള്ള സഹോദരരെ, നാം ദൈവത്തിന്റെ മഹത്വത്തിൽ നിൽക്കുന്നതായ ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കണമെന്ന് നാം കൈക്കൊണ്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഏൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന് മുൻപാകെ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ ഏവങ്കേലിന് മുൻപാകെയും
ഈ യോഗത്തിന് മുൻപാകെ വിചാരങ്ങളെ അറിയാത്തവന് മുൻപാകെയല്ല, അറിയുന്നതിന് മുൻപാകെ അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തു നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിന്റെ കൃപ അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളുടെയും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്നാവസിച്ച് വ്യാപിക്കുമാറാട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ വലം കൈ എല്ലായ്പ്പോഴും നിങ്ങളുടെ മേൽ പാർക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിലിരിപ്പാൻ ന്യായമാകുന്നതെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളണം എന്നുള്ള ഈ കൽപ്പന നിങ്ങളോടെല്ലാവരോടും കൂടെ ആകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവർ ഇനി അവളെ പ്രസാദിപ്പിച്ച് അവനോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോടെ ഏതു പ്രകാരം വർത്തിക്കുന്നുവോ അതുപോലെ അവൾ അവനോടെ വർത്തിക്കുകയും യോഗ്യം മണ്ണമാനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സഭയുടെ പ്രബോധനം. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും അത്രേ. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് ഈ ക്രിസ്തീയ കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് വളരെ ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. നിങ്ങൾ പാർക്കുന്ന ദേശത്ത് ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും സഹായിക്കുന്നവരായിരിക്കണം. ഇടവക നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സഭ നൽകുന്ന വലിയ സമ്മാനമാണ് ഈ തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കും. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാര സ്റ്റ്യൂവർഡ്സ് എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരു അംശം വേർതിരിച്ച ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങളുടെ കുടുംബത്തിൻ്റെ പൂർണ്ണതയ്ക്കായി മക്കളെ നൽകി അനുഗ്രഹിക്കുന്നു. അവരെ ദൈവഭക്തിയിലും സഭാസ്നേഹത്തിലും നീതിബോധത്തിലും വളർത്തുന്നു. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആശീർവാദത്തിനായി എല്ലാവർക്കും എഴുന്നേൽക്കും. ആകാശഭൂമിത്താവിനാൽ പ്രിയമുള്ളവരെ നാം എല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ സുരക്ഷയിൽ ഒരുങ്ങുന്ന സംബന്ധിച്ച നാം എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവം ബലഹീനമായ നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിദ്ധാന്ത മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Life takes me
പിതാവിനും പുത്രനും പരിശുദ്ധർക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഞങ്ങളെ അളവില്ലാ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗീയ പിതാവേ, വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ ക്രിസ്തീയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അനൂപിനും ഞങ്ങളുടെ മകൾ ജിബിക്കും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുവാൻ നിനക്ക് തിരുമനസ്സായതിനായി സ്തോത്രം. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവത്തിൻ്റെ പ്രസാദമായ ജീവിതത്തിൽ മുന്നേറുവാൻ സഹായിക്കുകയും ചെയ്യണമേ. ഇരു കുടുംബങ്ങളെ നിവേദനങ്ങളിൽ ഏൽപ്പിക്കുന്ന പരസ്പര ബഹുമാനവും ആദരവും പുലർത്തുവാൻ നിന്റെ കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് കൃപ ചെയ്യണമേ. ദൈവമായ കർത്താവേ, എന്നീ വിവാഹ ശുശ്രൂഷയെ സംബന്ധിച്ച് വാത്സല്യമുള്ള മക്കളെ ഹൃദയം കൊണ്ട് ആശീർവദിച്ച എല്ലാവർക്കായും നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന വരും നാളുകളിൽ ഞങ്ങളുടെ പ്രിയ മക്കൾക്ക് ഏറെ അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കുകയും ചെയ്യണമേ. കൂദാശയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. തുടർന്നുള്ള നാളുകളിലും തിരുകരവലയത്താൽ ചുറ്റപ്പെട്ടവരായി ദൈവകൃപയുടെ വാഹകരായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഇപ്പോഴും കാണുവാൻ സഹായിക്കുകയും ചെയ്യണമേ. നിലനിൽക്കുന്ന ജീവിതത്തിനായി ഒരുക്കിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. ആദിച്ചല്ലൂർ സെൻറ്റ് ജോർജ് യാക്കോബൈറ്റ് സിറിയൻ ചർച്ചിൻ്റെ മാർ അപ്രയം പ്രയർ ഗ്രൂപ്പിൻ്റെ ആക്റ്റീവ് മെമ്പറാണ് നമ്മുടെ ജിബി മോൾ. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ പാരിതോഷികം സമ്മാനമായി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും കാണിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. രണ്ടുപേർക്കും കൂടി ഒരു ഫോട്ടോയാണ് കൊടുക്കുന്നത്. കാരണം രണ്ടുപേരും വിവാഹം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒന്നായിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഫോട്ടോ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൻ്റെ ബിഹാഫിൽ കൊടുക്കുന്നു. ഐ പ്രേ ദി ഓൾമൈറ്റി ദാറ്റ് ഗോഡ് ഷാൽ ബ്ലെസ് ദം ദ യങ് കപ്പിൾ അബൻഡന്റ്ലി. താങ്ക് യു വെരി മച്ച്. Like the starlight, no beginning or end. Look into your eyes, I get lost in this moment. I never wanna leave.
get tunnel vision. Every time I see you, everything around you fades into the wind, and my heart is thrown open. Feels like slow motion. I never knew the feeling until you. Every time I see you, I'm caught up in your magic. When I fall to pieces, you pull me back together. And when we are together, my feet don't touch the ground. When my world is black and white, you color me back to life. I never knew the feeling until you. I never knew the feeling until you. With you, I know I'll be loved. With you, I know I am whole. When I look in your eyes, I can see it so shine, brighter than the sunrise, forever and always. With you, I know I am whole. Whenever I'm with you. Every time I see you, I just wanna feel you. Pull me closer, take me in the moonlight, take me to your room. I transcend when I'm with you. I would do anything. You complete me. I never knew the feeling until you. I know I'll be loved. With you, I know I am whole. When I look in your eyes, I can see it so shine. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ തിരുവായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്വനാവേ, കർത്താവേ, ഉച്ചയാകുന്ന സമയത്ത് വികാരികളായി ഞങ്ങളെ ലഭിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വരാമാവുന്ന ആപത്തിൽ നിന്നൊക്കെ കർത്താവേ ഞങ്ങളെ വിളിച്ചുള്ള ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളെയും തമ്മിലാണ് കാത്തിരിക്കുന്നതിന് വേണ്ടി സ്തോത്രം. അവരുടെ കല്യാണം കാണാതെ കല്യാണം പോലെ മംഗളമായി നടന്നതിന് വേണ്ടി സ്തോത്രം കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങളെ കാസൂക്ഷിക്കണമേ കർത്താവേ. ഇത്രത്തോളം നടത്തിയ ദൈവം നീ ഞങ്ങളെ നടത്തുവാനല്ലോയ്യ. എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കണമേ, അവരുടെ ജീവിതം ധന്യമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, രണ്ട് കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഒരു ദോഷവും ഞങ്ങളുടെ ഭവനത്തിൽ ഭവിക്കില്ലേ കർത്താവേ. ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കല്ലേ കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങൾ വാഹനത്തിലൊക്കെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്തിൽ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ. ഒരു ദോഷവും ഞങ്ങൾക്ക് ഭവിക്കുകയിടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രയാസങ്ങളൊന്നും ആർക്കും തരുവാൻ ഇടയാക്കല്ലേ കർത്താവേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ ഞങ്ങളെ കൈവിടല്ലേ, ഉപേക്ഷിക്കല്ലേ, മറക്കല്ലേ കർത്താവേ. ഞങ്ങളെ ഒരിക്കലും അനാഥരായി വിടല്ലേ കർത്താവേ. ഞങ്ങളുടെ ആവശ്യകാലങ്ങളെ നീ അറിയുന്ന ദൈവമാണല്ലോ കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങളെ തമ്പുരാൻ കാസൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബുദ്ധിയും പരിജ്ഞാനം സ്വർഗ്ഗത്തിലെ യേശു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ വേണ്ടി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തെ അപേക്ഷിച്ച് കേൾക്കണം. Wanna love you like we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you.